ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് 29 ശനി മാറ്റം. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനി ജന്മത്തിലേക്കാണ് പകർന്നിരിക്കുന്നത്. അപ്പോൾ ശനി ജന്മത്തിലേക്ക് പകർന്നിരിക്കുന്നത് നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾക്കൊന്നും പണം മുടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ കാലവും സാഹചര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കണം. ശത്രുതാപരമായ നിലപാടുകളോ അല്ലെങ്കിൽ വാശിയുള്ള നിലപാടുകളോ അമിതമായ പ്രതികരണ ശേഷിയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആരോഗ്യകാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങനെ വാഹനമൊന്നും ഓടിക്കാൻ ശ്രമിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകാൻ സാധ്യത കൂടുതൽ വരുന്ന ഒരു സമയമാണ്. സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, അവരോടുള്ള പ്രതികരണം, അല്ലെങ്കിൽ അവരോട് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ അവരോട് പ്രതികാരങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. അല്ലാതൊക്കെ നമുക്ക് പരാതികളായിട്ടോ ബുദ്ധിമുട്ടുകളായിട്ടോ നമുക്ക് ജയിൽവാസമായിട്ടോ ഒക്കെ വന്നേക്കാം. അതുപോലെ തന്നെ പണമിടപാടുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിലുള്ള കാശ് ആർക്കും ഈ ഒരു കാലഘട്ടത്തിൽ കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ശനിമാറ്റ കാലഘട്ടമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, ശിവക്ഷേത്രത്തിൽ ജലധാരയ്ക്ക് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ ബിസിനസ് മേഖലകളിൽ പുതുതായിട്ടുള്ള ആശയങ്ങളൊക്കെ നടപ്പാക്കുന്നത് കുറച്ചു കാലം മാറ്റിവെക്കുക. അതുപോലെ നമുക്ക് തൊഴിൽ ചെറിയ ഒരു മന്ദത നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ആ മന്ദത നമുക്ക് കുറച്ച് കാലത്തേക്കുള്ള ഒരു തടസ്സം മാത്രമാണ്. അപ്പോൾ ആ ഒരു തടസ്സം മാറി വരും. നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനം, തിങ്കളാഴ്ച ദിവസം ജലധാര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരികയും നമുക്ക് ഈ ഒരു സമയം നമുക്ക് തന്നെ മനസ്സിലാകാതെ മുന്നോട്ട് കടന്നങ്ങ് പോവുകയും ചെയ്യും.